ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ റിലീസും ഇന്ന് രാത്രിത്തെ റിലീസും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ അയലാൻഡ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയും തിയേറ്ററിൽ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയും തിയേറ്ററിൽ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. റിവ്യൂസൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ പോയി കാണാം, എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സംസാരിക്കാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാം. സിനിമകളെക്കുറിച്ച്, സീരീസുകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒരു സിനിമയാണ് ഇന്ന് റിലീസ് ചെയ്തത്. ഒരു തെലുങ്ക് മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ലിംഗോച്ച എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സിനിമയാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഇന്ന് രാത്രി 12 ശേഷം ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. ഡബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് സിനിമയാണ്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ഭാഷയിൽ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഡബിൾ വേഷം വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. ആട്ടം നമ്മുടെ വിനയ് ഫോർട്ടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ത്രില്ലർ മൂവിയായിരുന്നു. പക്ഷേ ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഫെബ്രുവരി 1st വീക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമയുടെ റിലീസ്, OTT റിലീസ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു പുള്ളി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഇന്ദ്രൻസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയെന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരിയിൽ തന്നെ ഈ സിനിമയുടെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയാണ്. നിതിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിലൊരു പരാജയം നേരിട്ട സിനിമയാണ്. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിലാണ് ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ വരാൻ പോകുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് പിന്നെ മറ്റുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. മറ്റുള്ള ഭാഷകളിൽ വരുമോ എന്നുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് മലയാളം അടക്കമുള്ള ഭാഷകളിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. ജനുവരി 19 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത നമ്മുടെ മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫിലിപ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമാക്സ് ഈ 3 OTT പ്ലാറ്റ്ഫോമുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അവർ ഒഫീഷ്യൽ ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 19 ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ജോയ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ജനുവരി 15 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളും ഈ ഒരു സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ നേര് എന്ന് പറയുന്ന സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഈ ഒരു സിനിമ. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റിലീസ് എന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ ജനുവരി 26 റിലീസ് ചെയ്യാമെന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.